ഹായ്, എന്താ വിശേഷം? സുഖല്ലേ? കുറച്ച് തിരക്കപ്പെട്ടു. കുറച്ചെന്നും പറഞ്ഞ പോലെ കുറച്ച് അധികം തിരക്കപ്പെട്ടു. അതായത് ഞാൻ നാട്ടിലേക്കൊന്ന് ഒരു സർപ്രൈസ് വിസിറ്റ് ഒക്കെ നടത്താൻ വേണ്ടിയിട്ട് ഉള്ള ചെറിയൊരു ഒരുക്കത്തിലായിരുന്നു. അതാ ഞാൻ അന്നാ പറഞ്ഞത്. അതിലേറെ ഉപരി ഞാൻ ഇപ്പൊ വന്നത് എന്തിനാന്ന് ചോദിച്ചാലേ, നിങ്ങൾ ചിലരൊക്കെ കണ്ടിട്ടുണ്ടാവും, എന്നാലും ചിലർ കാണാത്തവരുണ്ട്. ഓർക്ക് വേണ്ടിയിട്ട് ഞാൻ നിങ്ങൾക്ക് ഒരു വീഡിയോ പ്ലേ ചെയ്ത് തരാം. കേട്ടോളൂ. അപ്പോൾ ഇവനെ പോലെയുള്ള കുണ്ടന്മാരനൊക്കെ എന്താ ചെയ്യേണ്ടത്? അടിപൊളി കുണ്ടനാണ്, മറ്റേ നമ്മുടെ ഗൾഫിൽ അടിപൊളി കുണ്ടനാണ്. മണ്ണാർക്കാട് നാട്ടിൽ ഷെരീഫ് എന്ന് പേര്. കുട്ടികളുണ്ട്. ഈ നാറിനൊക്കെ എന്ത് ചെയ്യണം? പെണ്ണുങ്ങൾ ജീവിക്കാൻ വേണ്ടി ഭർത്താക്കന്മാരില്ലാണ്ട് ജീവിക്കാൻ വേണ്ടി കഷ്ടപ്പെടുന്ന ആൾക്കാരിന്, അതുപോലെ തന്നെ വേറെ കുറച്ച് ജീവിക്കാൻ വേണ്ടി കഷ്ടപ്പെടുന്ന കുറച്ച് ആൾക്കാരിനെ എടുത്ത് വീഡിയോ ചെയ്ത് റീച്ച് എങ്ങനെ ഉണ്ടാക്കാന്ന് തെണ്ടി നടക്കുന്ന ഈ നാറിയെ എന്താ ചെയ്യുന്നത്? ഗൾഫിൽ കിടന്ന് ഉണ്ടാക്കാണ്ട് നാട്ടിലോട്ട് ഇറങ്ങണ നാറി. ശരി, നാട്ടിലോട്ട് ഇറങ്ങണ എനിക്ക് ഞാൻ എന്താ കാണിച്ചു തരണം. ഗൾഫിൽ ഇരുന്ന് ഉണ്ടാക്കാതെ നാട്ടിലോട്ട് ഇറങ്ങടാ തെണ്ടീന്ന് ആരെ ഇന്നെ. ഇത് ഇൻബോക്സിൽ ഒരിക്കൽ അവള് പറഞ്ഞിട്ടുണ്ട്. അന്ന് ഞാനൊരു കാര്യം പറഞ്ഞിരുന്നു അവളോട്. ഈ കുറിച്ച് വെച്ചോ, ഈ പറഞ്ഞ ഡേറ്റ് ഇല്ലേ, അതിന്റെ തൊട്ട് മുമ്പ് ഷെരീഫ് മണ്ണാർക്കാട് എത്തിയിരിക്കുന്നു. പറഞ്ഞ വാക്ക് ഞാൻ പാലിച്ചു. ഞാൻ മണ്ണാർക്കാട് എത്തിയിട്ടുണ്ട്. എന്നെ പലരും കണ്ടിട്ടുണ്ട്. പലരും കാണുന്നതല്ല വിഷയം. നിങ്ങൾ ആ സാജിദ കണ്ടവർക്ക് ചോദിക്കാതെ, നിങ്ങൾ ആ സാജിദ അവൾക്ക് സുഖമാണോ? ഞാൻ അവളെ കെട്ടിക്കണോളൂ, എന്നോട് അവൾക്ക് സുഖമാണ് ചോദിക്കാണ്. ഇതെന്നെ ചോദിക്കണുള്ളൂ. അതെന്തോ ആവട്ടെ, അതിനിപ്പോ അങ്ങനെ ഓലിപ്പോ എന്റെ വീഡിയോ കണ്ടിന്റെ പേരിലാണ് ചോദിക്കണതെന്ന് വിചാരിക്കാം. പക്ഷെ ഇവള് നാട്ടിലേക്ക് ഞാൻ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്നെ കാണിച്ചു തരാം, അങ്ങനെ എങ്ങനെയെന്നൊക്കെ പറഞ്ഞിരുന്നു. അപ്പൊ ഞാനതാണ് വോയിസ് ആയിട്ട് തന്നെ ഞാൻ അവൾക്ക് റിപ്ലൈയും കൊടുത്തിരുന്നു. പിന്നെ ഞാൻ വരും, ഞാൻ ഈ പറഞ്ഞതിന്റെ ഡേറ്റ് കുറിച്ച് വെച്ചോ, ഇന്നത്തെ ഡേറ്റ് കുറിച്ച് വെച്ചോ, ഇതിന്റെ മുമ്പ് ഞാൻ വന്നിട്ടില്ലെങ്കിൽ ഈ നാണായി കൂട്ടണ്ട എന്ന് ഞാൻ പറഞ്ഞിരുന്നു. പണ്ടാരിടക്കിട്ട് വെല്ലുവിളിക്കും ചെയ്തു. ഞാൻ എന്ത് ചെയ്തു, പിന്നെ നേരെ പോയി ഒരു എയർ ഇന്ത്യയുടെ ടിക്കറ്റ് എടുത്തു. എയർ ഇന്ത്യയുടെ ടിക്കറ്റ് എടുത്തിട്ട് ഇങ്ങോട്ട് വന്നിങ്ങനെ നിന്നിട്ട് കൂട്ടുകാരന്മാരോട് പറയാം, ഇതാട്ടോ ഞാൻ എയർ ഇന്ത്യയുടെ ടിക്കറ്റ് എടുത്തു, ഞാൻ എന്തായാലും വെല്ലുവിളി സ്വീകരിച്ചിരിക്കണു, ഞാൻ എന്തായാലും പോവും, ഇന്ന ഡേറ്റിന്റെ ഉള്ളിൽ ഞാൻ പോകും എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര ഷോ ഇറക്കുക. കുറച്ച് കഴിഞ്ഞപ്പോൾ എയർ ഇന്ത്യ ഏതോ മറ്റേ ഹോസ്റ്റലിന്റെ മുകളിൽ കൊണ്ടുപോയിട്ടിരിക്കണു പറയുന്നു. വീണ്ടും ഞാൻ ടിക്കറ്റ് കൊണ്ട് അങ്ങോട്ട് തന്നെ. അല്ല, ഈ എയർ ഇന്ത്യ ഒന്ന് ഒഴിവാക്കി തരുമോ, വേറെ ഏതെങ്കിലും ഒന്ന് തരുമോ ചോദിച്ചു. ഇല്ല, എയർ ഇന്ത്യ ഇനിയിപ്പോൾ അത് മാറ്റുകയാണെങ്കിൽ ഒരുപാട് എക്സ്പെൻസ് പിന്നെ നിങ്ങൾക്ക് നഷ്ടമാക്കാറ്, അതുകൊണ്ട് പിന്നെ നിങ്ങൾ ഇതന്നെ ഇതായിക്കോളൂ, കുഴപ്പമൊന്നുമില്ല പറഞ്ഞു. ശരി, നേരെ ഇനി എയർ ഇന്ത്യ നേരെ പോന്നപ്പോൾ ഞാൻ ഫ്ലൈറ്റിൽ കയറിയപ്പോൾ തന്നെ അവളോട് പറഞ്ഞിരുന്നു, പൊന്നാല മകളെ ഹോസ്റ്റലൊന്നും ഇല്ലാത്തടത്ത് കൂടെ ഫുഡ് കൊണ്ടിച്ചാ സാജിനെ കാണണം. അതല്ലെങ്കിൽ ഞാൻ ഇനിയിപ്പോൾ ഇവിടെ ദുനിയാവിൽ ഇല്ലെങ്കിലും ഓളാ വോയിസ് എടുത്ത് പുറത്തേക്ക് ഇടും. എന്തിനെ? ഇതാ എവിടെ രാജ്, പിന്നെ ഇതെല്ലാം വെല്ലുവിളിച്ച് എവിടെ എന്നിട്ട് എന്താ വരാത്തു എന്നും ചോദിച്ചിട്ട്. ഞാൻ ഇപ്പോൾ സൈലന്റ് ആണെന്ന് നോക്കണ്ട, ഞാൻ എങ്ങാനും ഇവിടെ എത്തിയില്ലെങ്കിൽ ഉണ്ടല്ലോ ഓളാ ഡേറ്റ് കഴിഞ്ഞാൽ അത് പോസ്റ്റ് ചെയ്യും, അത് എനിക്ക് ഉറപ്പാ. എന്തായാലും അതിന് അവസരം ഞാൻ കൊടുത്തില്ല. സംഭവം ഇന്നലെ ഞാൻ കണ്ടു അവളെ. ഞാൻ കാറ് നിർത്തിയിട്ട് ഡോറും ഇങ്ങോട്ട് തുറക്കുമ്പോ എന്റെ അടുത്തുകൂടെ പാസ് ചെയ്തു. ലിമിറ്റഡ് സ്റ്റോപ്പ് പോണം മാതിരിയാ, ഒരേ പോക്ക് പോവുക. എന്നെ കണ്ടിട്ടില്ല. ഇനി അഥവാ ഞാൻ പോയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും കണ്ടു കഴിഞ്ഞാൽ ചിലപ്പോ ഓളും എടുക്കും ലൈവ്, ഞാനും എടുക്കും. നാട് റോട്ടിൽ നിന്നിട്ട് ഞങ്ങൾ ലൈവ് എടുത്ത് കളിച്ചേക്കാരം. കാരണം അപ്പൊ അതാണല്ലോ ട്രെൻഡ്, എവിഡൻസ് ഉണ്ടാക്കാന്. ഓളൊരു മൊബൈൽ ഓണാക്കും, ഞാനും ഓണാക്കും. ഒറ്റക്കാക്കാരം ചിലപ്പോൾ അടി. ആ പുല്ല് അതെന്തെങ്കിലും ആവട്ടെ, ഞാൻ എന്തായാലും ഈ വീഡിയോ ചെയ്തിട്ടേ ഞാൻ ഉള്ള കണ്ണു മുന്നിക്ക് പെടൂ എന്നുള്ളതിക്ക് പോവണേ പോട്ടെ വിചാരിച്ചിട്ട് ഞാൻ മെയിൻ ചെയ്തില്ല. പക്ഷെ എന്നാലും ആളിങ്ങനെ നല്ല ജീൻസ് പാൻറ്റൊക്കെ ഇട്ടിട്ട് വലിഞ്ഞ് നടക്കുന്നുണ്ട്. എന്നിട്ട് ഏതൊക്കെ പഹയന്മാരെ അപ്പുറത്ത് നിന്നിട്ട് എരീഫേ അതാ സാജി. ഞാൻ പറഞ്ഞു പൊയ്ക്കോട്ടെ മനെ, ഒന്ന് തൊള്ള കൂട്ടുകാരണം. അങ്ങനെ വലിഞ്ഞു പോയി. കാരണം എന്താ, ഈ വീഡിയോ ചെയ്തിട്ട് ഇനി കാണുകയാണെങ്കിലും കാണൂ, ഏതായാലും വെല്ലുവിളിച്ചതൊക്കെ അല്ലേ. ഇപ്പൊ പ്രശ്നമൊന്നുമില്ല. പക്ഷെ എങ്കിലും എനിക്ക് ഈ വെല്ലുവിളി സ്വീകരിക്കുക എന്ന് പറഞ്ഞാൽ അതിനോളം ത്രില്ലില്ല വേറെ ഒരു പരിപാടിയില്ല. ഞാനാണ് ഏതാ ഈ ഡേറ്റിന്റെ മുമ്പ് ഞാൻ വരുന്നുള്ളത്. അപ്പൊ പിന്നെ അത് വന്നല്ലേ പറ്റൂ. എന്തായാലും സാജിദ, എനിക്ക് എന്നോട് ഒന്നേ പറയാനുള്ളൂ, ലാവുദിക്കുന്ന നേരമായിതാ പ്രിയ സാജിദ, ഞാനിതാ ഇവിടെ ഉണ്ടടി. ഇങ്ങോട്ട് പോന്നോ? ഞാൻ ഇവിടെ തന്നെ ഉണ്ട്, അതും എൻ്റെ അയലോകത്ത്. എൻ്റെ വീടെന്ന് പറയുന്നത് ഈ വീടിന്റെ നേരെ അപ്പുറത്താ. അറിയണക്ക് ഞാൻ ഇവിടെ ഉണ്ട്. ഒറ്റക്കൊറ്റക്ക് വാടി കാണിച്ചു തരാം. ഈ അയലോക്കാരൊക്കെ വെല്ലുവിളിക്കുമ്പോ ഇത് ഞാൻ ഇങ്ങോട്ടല്ലാതെ എങ്ങോട്ടാ പോവുക, അനക്കെന്നെ അത് അറിയില്ലേ? ഇജ്ജ് പറഞ്ഞ എന്നോട് 4 കൊല്ലമായിട്ട് എനിക്ക് മണ്ണാർക്കാട് അറിയുന്ന, ഞാൻ ജനിച്ചതന്നെ ഇവിടെ.
അപ്പൊ പിന്നെ എനിക്കറിയില്ലേ. പക്ഷെ എന്റെ സകല സുഖവിവരം അന്വേഷിക്കണ നാട്ടുകാർ ഇപ്പൊ എന്നോടാ. ഇപ്പൊ ഇന്ന ഷെരീഫ് എന്നല്ല അറിയണ. ഇതാ ഞാൻ ഷർട്ട് എടുക്കാൻ കയറിയപ്പോഴാണ് അവിടുന്ന് 2 പെണ്ണുങ്ങള്. ഇതാ സാജിദ പറഞ്ഞ ചെക്കന്ന് നോക്കണങ്ങള്. ഞാൻ ഇത്രയും വീഡിയോ ചെയ്തത് വെറുതെ ആയി. അതൊക്കെ പോട്ടെ, ഇന്നലെ പള്ളിക്ക് മുന്നത്തെ സഫ് പോയിരുന്നിക്ക ഞാൻ. ആദ്യം കുറേ കാലമായിട്ട് ഞാൻ ജുമാ കൂടിയിട്ട്. അപ്പൊ ഇന്നലത്തെ കാലിയേറെ വിഷയം സോഷ്യൽ മീഡിയയാണ്. ഇത് സോഷ്യൽ മീഡിയന്റെ കാര്യങ്ങളും സോഷ്യൽ മീഡിയത്തെ പെണ്ണുങ്ങളെ കാര്യങ്ങളും ഒക്കെ ഇങ്ങനെ പറയാം. ഇപ്പൊ ആർക്കും എന്ത് തോന്നിയവാസവും വിളിച്ചു പറയാ. സോഷ്യൽ മീഡിയ അങ്ങനത്തെ കാലഘട്ടമാണ് എന്നൊക്കെ പറഞ്ഞപ്പോണ്ട് ഞാൻ വല്ല നോട്ട് ചെയ്ത് വെച്ചിരിക്കണു. 2-3 ആൾക്കാർ ഇന്നങ്ങനെ നോക്കണു. അപ്പൊ ഞാൻ എന്താ വെച്ചു, അപ്പൊ ഒന്നുമില്ലായിരുന്നു. സംഗതി പുള്ളിക്കാരൻ പറഞ്ഞത് 100% ശരിയാ. ഇന്ന് സോഷ്യൽ മീഡിയയിൽ പണ്ടത്തെ കാലത്തൊക്കെ ഒരു പ്രസവത്തിനുണ്ട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആദ്യം ഡോക്ടറെ കാണിക്കും, പിന്നെ അയൽവക്കക്കാരെ അറിയിക്കും, പിന്നെ കുടുംബങ്ങളെ അറിയിക്കും. അത് കഴിഞ്ഞിട്ട് പിന്നെ ഒരു വയറ് കാണൽ ചടങ്ങ്, വേറെ എന്തൊക്കെ ചടങ്ങ്, അങ്ങനെയൊക്കെ ഒരു നാടൻ പരിപാടി ഉണ്ടായിരുന്നു. ഇപ്പൊ അങ്ങനെയല്ല. ഇപ്പൊ വള്ളിയിലായിട്ട് ഒരു 6 മാസം 7 മാസമായ മസ്റ്റ് റീല് ഇങ്ങനെയൊക്കെ പിടിച്ചിട്ട് ആ റീല് മസ്റ്റായിട്ട് വേണം, അല്ലെങ്കിൽ ആ ഗർഭാണ് ശരിയാവൂല. അതാണ് ഇപ്പോഴത്തെ കാലഘട്ടം. അതിനൊക്കെ കുറിച്ചിട്ടാ മൂപ്പര് പറഞ്ഞേക്കണേ. റൂമിലിരുന്നിട്ട്, അതായത് പ്രൈവറ്റായി ഇടുന്ന ഡ്രസ്സ് ഇട്ടിട്ട് വീഡിയോ ചെയ്യും. ആരെങ്കിലും ഡോർമ വന്ന് മുട്ടേ കോണിംഗ് ബെല്ലോ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പുറം ഡ്രസ്സ് മാറ്റിയിട്ട് പറയും, ആരോ വന്ന് മുട്ടിക്കണം നോക്കട്ടെ. ഇങ്ങനെ മനുഷ്യന്മാരുടെ അടിയിലേക്ക് പോകുക എന്ന്. എങ്ങനെ റീല് ചെയ്യാൻ ഉപയോഗിക്കുന്ന ഡ്രസ്സുമ്പോൾ അവർക്ക് മനുഷ്യന്മാരുടെ അടിയിൽ കൂടെ റിയലായിട്ട് പോകാൻ കഴിയൂല. അതന്നെ കോലം. അതിനെ കുറിച്ചിട്ടാണ് ഇന്നലെ അവിടെ മൗലിയാർ പ്രസംഗിച്ചിരുന്നത്. ഇന്നത്തെ അത് നല്ലൊരു കാര്യമാണ്. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അമിതമായിട്ടുള്ള കാട്ടിക്കൂട്ടുന്ന കുറച്ച് ആളുകളുണ്ട്. അവർക്ക് നേരിട്ട് പറയാൻ പറ്റില്ലെങ്കിലും അവരുടെ രക്ഷിതാക്കളോട് എന്നുള്ള നിലക്ക് എന്തായാലും ഇപ്പോൾ സ്വന്തം മക്കൾ ചെയ്യുന്നതിനെ കുറിച്ചിട്ട് ചെറിയൊരു ധാരണയല്ല വാപ്പാരുണ്ടാകുമല്ലോ, അല്ലെ ആങ്ങളാരുണ്ടാകുമല്ലോ. പക്ഷെ എന്നെ അറിയുന്ന കുറച്ച് ആൾക്കാർ മുഴുവൻ എൻ്റെ മുഖത്തേക്കാൻ നോക്കുന്നത്. ഞാൻ മാത്രമാണ് ഇത് ചെയ്യുന്നത്. പക്ഷെ ഞാൻ ചെയ്യുന്നത് സത്യം പറഞ്ഞാൽ ഞാനിത് ഇജാതി പരിപാടി ചെയ്യുന്നുണ്ട്. അല്ല ഞാൻ തുണി വെച്ചിട്ട് ഡാൻസ് കളിച്ചിട്ടുണ്ടോ? ഇല്ല. അമിതമായി കാട്ടിക്കൂട്ടുന്നുണ്ട്. എന്ത് നേരിട്ടിട്ടോ അതല്ലെന്നെ റൂമിന് പുറത്തിറങ്ങാൻ പോലും ആ ഡ്രസ്സ് പറ്റൂല. അങ്ങനത്തെ ഡ്രസ്സ് ഇട്ടിട്ട് വീഡിയോ ചെയ്യുന്ന കുറേ ആളുകളുണ്ട്. അവരെ കുറിച്ചിട്ടാണ് ഇന്നലെ അവിടെ സംസാരിച്ചിരുന്നത്. ഈ പള്ളിയുടെ നേരെ മതിലിന്റെ അപ്പുറത്താണ് ഈ സാജിദ താമസിക്കുന്നത്. ഇനിയിപ്പോൾ അവൾ അങ്ങനെ ചെയ്തു എന്നല്ല ഞാൻ പറയുന്നത്. കാരണം അവളോട് എനിക്ക് ഒരൊറ്റ കാര്യത്തിലേ പ്രശ്നം ഉണ്ടായിരുന്നുള്ളൂ. അവളുടെ ഉമ്മാനെ കുറിച്ചിട്ടും പിന്നെ വേറെ കുറച്ച് ആളുകളെ തെറി വിളിച്ചോ അതിന്റെയൊക്കെ പേരിലാണ് ഞാൻ ഈ വീഡിയോ ചെയ്തത്. അപ്പൊ എനിക്കാണ് പരക്കെ തെറിയായി. പിന്നെ ഓലൊക്കെ ഇട്ടിട്ട് ഓൾ ഇന്നാണ് ഇട്ടു കൗത്തില്. അപ്പൊ പിന്നെ ഞാൻ വീണ്ടും വീഡിയോ ചെയ്തു. അങ്ങനെ ഇപ്പൊ എന്തായാലും വീഡിയോ ഒന്നും എനിക്കെതിരെ ചെയ്തിട്ടില്ല. പക്ഷെ എനിക്കെതിരെ ചെയ്ത അവളെ വീഡിയോ എപ്പോഴും അവളുടെ യൂട്യൂബിലുണ്ട്. അതങ്ങോട്ട് മനസ്സിലാവണില്ലെങ്കിൽ കൂടി ഇതാണ് സംഭവം. നീ വാടാ, ഇങ്ങോട്ട് വാടാ, നാട്ടിക്ക് വാടാ, ഇങ്ങോട്ട് ഇറങ്ങടാ, ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ഓരോ വീഡിയോ ചെയ്തിരിക്കണം. എന്തായാലും ഞാൻ ഇറങ്ങിയിരിക്കണം. ഞാൻ എന്നോട് പറഞ്ഞില്ലേ, ഞാൻ നാട്ടിലും ഇറങ്ങും, കാട്ടിലും ഇറങ്ങും, വീട്ടിലും ഇറങ്ങും, വേണമെങ്കിൽ കിണറ്റിലും ഇറങ്ങും. അത് ഞാൻ പറഞ്ഞ ഓർമ്മല്ലേ? ഇതാണ് സംഭവം. എന്തായാലും ബാക്കി കൂടിയും കേക്ക്. വലിയ കവിതയാണ്. 37 എന്റെ ഹോട്ടലിൽ വെച്ചാൽ നിന്റെ കൂട്ടുകാരൻ ആർക്ക് അങ്ങനെ ഉണ്ട് പറഞ്ഞാൽ നിന്റെ പറയുന്നത് അവൻ എത്ര വലിയ നാറിയാണ്. അത് നീ വീഡിയോ ചെയ്യണം, നീ എത്ര വലിയ നാറിയാണ് കള്ളപ്പാന്നി. എന്റെ പേര് വെച്ചാണെങ്കിൽ ഞാൻ ഫോട്ടോ എടുത്ത് നീ വീഡിയോ ചെയ്തിട്ടുണ്ടെങ്കിൽ നീ ഗൾഫിൽ നീ എന്ന് വെച്ചെന്ന് വെച്ചാൽ മതി. നീ ഗൾഫിൽ അതിന് വല്ലാണ്ട് തമ്മിൽ കാണിക്കണ്ട. നിന്റെ നാട്ടിൽ നീ നാറും. ഞാൻ മണ്ണാർക്കാട് ഉണ്ട്, നിന്റെ വീടിന്റെ അടുത്തുണ്ട്. നീ നാറാൻ നിൽക്കണ്ട. നീ നാറില്ല, നിന്റെ കുടുംബം നാറും. ഓക്കെ, കേട്ടില്ലേ? നീ ഗൾഫിലായതുകൊണ്ട് വല്ലാണ്ട് തിമ്പ് കാണിക്കണ്ട. ഞാൻ മണ്ണാർക്കാട് ഉണ്ട്, നീ നാറും. നീ നാറിയില്ലെങ്കിൽ നിന്റെ കുടുംബം നാറുന്ന്. ഞങ്ങളൊക്കെ നാറാൻ എന്താ കക്കൂസിലാണല്ലോ ഉറങ്ങുന്നത്, അല്ലേ? അപ്പൊ ഞാനും ഉണ്ട് മണ്ണാർക്കാട്. അത് പറയാൻ വേണ്ടിയിട്ടപ്പം ഞാൻ ഈ വീഡിയോ ചെയ്തത്. ഞാൻ നാറണ്ടെങ്കിൽ നിന്റെ വാ അടച്ചു വെച്ചോ, ഇല്ല നിന്റെ കെമ്പ് അടിച്ചു പൊളിച്ചു. ഈ കെമ്പ് എന്താ സാധനം? കൊമ്പ് എന്നൊക്കെ കേട്ടു. ഈ കെമ്പ് എന്താ? ആർക്കെങ്കിലും അറിയിച്ചൊന്ന് കമന്റ് ചെയ്യും. എന്തായാലും ഇപ്പൊ ഞാൻ ഉണ്ടല്ലോ, ജാന്റെ സൗകര്യന്മാര് വന്ന് അടിച്ചു പൊളിച്ച. എന്നാലും ഇപ്പൊ എന്താ കാര്യം കെമ്പല്ലേ? എനിക്കൂട്ട് നോക്കിയിട്ട് കാണുന്നില്ല. എന്തേലും ആയിക്കോട്ടെ സാധ്യത. ഇജ് എന്തായാലും എൻ്റെ സൗകര്യന്മാരിന്ന് വാ. ഞാൻ ഇവിടെ ഉണ്ട്. ഞാൻ ഇവിടെ എന്ന് പറഞ്ഞാൽ ഇവിടെ എൻ്റെ വീടിൻ്റെ എന്താ പറയുക, ഒരു 4 വീട് അപ്പുറത്ത് തന്നെ ഉണ്ട്. ഇയാൾ എൻ്റെ കൺമുന്നിൽ കൂടെ 2-3 പ്രാവശ്യം പാസ് ചെയ്യുകയും ചെയ്തു. ഞാൻ കണ്ടായിരുന്നു, പക്ഷെ ഞാൻ ഉണ്ടായിരുന്നതാ. കാരണം എന്താ പറയുക, ഈ വീഡിയോ കഴിയട്ടെ വിചാരിച്ചു.